ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു ജേർണലിംഗ് വീഡിയോ ആണ്. ഇത് കുറച്ച് ഡേയ്സ് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് ഇടാനുള്ളൊരു ടൈം കിട്ടിയില്ല. കുറച്ച് തിരക്കായി പോയതുകൊണ്ട് തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ വിചാരിച്ചു ഇത് എഡിറ്റ് ചെയ്തങ്ങ് ഇടാമെന്ന്. കുറേ ഡേയ്സ് ആയല്ലോ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനത് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് എഴുതാൻ പാടായിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ നല്ല ഭാഗം നോക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എഴുതാൻ പറ്റുമല്ലോ. പിന്നെ സൈഡിലായിട്ട് ഹോൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ചുളുങ്ങി തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാനത് കുറച്ച് പശയും കൂടെ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വാഷി ടേപ്പിന് പകരം നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇഷ്ടമായത്, നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒട്ടിക്കാമെന്ന്. പിന്നെ നമ്മൾ കോഡ്സ് എഴുതാൻ വേണ്ടിയിട്ടും പോവാണ്. എപ്പോഴും എനിക്ക് കോഡ്സ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള കോഡ്സൊക്കെ ഞാൻ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഞാൻ ക്യാമറ വെച്ച ആംഗിൾ ശരിയല്ല, അതുകൊണ്ട് എൻ്റെ കൈ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോഡ്സൊക്കെ എഴുതി കഴിഞ്ഞു. ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ ആ സ്റ്റിക്കർ വെച്ചപ്പോഴത്തേക്കും അതവിടെ ഒട്ടും മാച്ച് ആവുന്നില്ലെന്ന് തോന്നി. പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തൊരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നെക്സ്റ്റ് പേജിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കർ കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഷ്ടപ്പെട്ട കോഡ്സ് തന്നെ എഴുതുന്നുണ്ട്. ഈ കോഡ്സ് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കോഡ്സ് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എല്ലാ കാര്യത്തിനും. ഏതൊരു ടൈനി തിങ്സിനായാലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പോൾ അത് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ സ്റ്റിക്കറും ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റിക്കേഴ്സ് മാത്രമേ ഉള്ളൂ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.